ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇന്നൊരു പിസ്സയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു 1.5 കപ്പ് മൈദ ഇടുക. മൈദ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു സ്പൂൺ പഞ്ചസാര, ഒരു ഉപ്പും, ഒരു സ്പൂൺ പാൽപ്പൊടിയും, ഒരു സ്പൂൺ ഈസ്റ്റും, കുറച്ച് ബട്ടറും ഇട്ട് നല്ലപോലെ കുഴച്ചെടുക്കുക. കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കുഴച്ച് മാവ് പോലാക്കുക. അതിനകത്തോട്ട് പിന്നെ കുറച്ച് എണ്ണ തടവിയിട്ട് അതിനകത്തോട്ട് നനഞ്ഞ തുണിയും കൂടിയിട്ട് മൂടുക. അത് കഴിഞ്ഞ് നമ്മൾ വെജിറ്റബിൾസ് അരിയണം. ക്യാപ്സിക്കം എടുത്തിട്ട് കുഞ്ഞു കഷ്ണമാക്കിയിട്ട് അരിയണം. അരിഞ്ഞിട്ടൊരു പാത്രമായിട്ട് ഞാൻ മാറ്റുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഒരു സവാള എടുത്തിട്ട് അത് നല്ലപോലെ കുഞ്ഞിട്ട് അരിയണം. കൈസ് കഴിഞ്ഞ് നമ്മൾ ചിക്കന് വരെ അതിനകത്ത് മുട്ട ചിക്കിയാണ് ഇടുന്നത്. അപ്പം 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ ബാക്കി പകുതി ഉള്ളി എടുത്തിട്ട് പകുതി ഉള്ളി എടുത്ത് അതിനകത്തോട്ട് അരിഞ്ഞിടുക. പിന്നെ ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് കൈസ് പിന്നെ നമ്മൾ വീട്ടിൽ തന്നെയാണ് പിസ്സ സോസ് ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞ് ഈ മാവ് നമ്മൾ എടുത്തിട്ട് ഈ പരത്തുക. എന്നിട്ട് അത് വേവിക്കാൻ വയ്ക്കുക. ഇതിനിടയ്ക്ക് നമ്മളത് വേവിക്കുമ്പം പൊങ്ങാതിരിക്കാൻ വേണ്ടി അതിനകത്തോട്ട് നമ്മൾ ഫോർക്ക് കൊണ്ട് കുത്തുന്നുണ്ട്. അത് കഴിഞ്ഞ് മറിച്ചിടുക കൈസ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പിസ്സ സോസ് ഇടുന്നുണ്ട്. അത് കഴിഞ്ഞ് ചീസും ഇട്ട് പിന്നെ ക്യാപ്സിക്കം ഇങ്ങനെ വിതറിയിടണം കൈസ്. അത് കഴിഞ്ഞ് ഉള്ളിയും പിന്നെ സ്വീറ്റ് കോൺ ഉണ്ടായിരുന്നു അതും ഇട്ട് ഈ മുട്ട ചിക്കിയതും പിന്നെ ഒറിഗാനോയും ചില്ലി ഫ്ലേക്സും ഇടുന്നുണ്ട് കൈസ്. അത് കഴിഞ്ഞ് ചീസ് വീണ്ടും ഇടുക. എന്നിട്ട് നല്ലപോലെ അത് വേവിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ മുറിച്ചങ്ങ് തിന്നുകയാണ് കൈസ്. അപ്പം നമ്മുടെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റ.